സുഭദ്ര കൊലക്കേസിൽ പോലീസ് തിരയുന്ന ഷർമിളയും നിതിനും മംഗലാപുരത്തേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനയും. ഒടുവിലെത്തിയ ടവർ ലൊക്കേഷൻ മംഗലാപുരമാണ് കാണിക്കുന്നത്. അന്വേഷണ സംഘം മംഗലാപുരത്തെത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ അനാഥയായ ഷർമിള മംഗളൂരുവിലെ അനാഥാലയത്തിലാണ് വളർന്നത്. പ്രായപൂർത്തിയായ ശേഷം പലയിടങ്ങളിൽ ജോലി ചെയ്തു. 8 വർഷം മുമ്പാണ് കൊച്ചിയിലെത്തിയത്. സുഭദ്ര പണം പലിശക്ക് നൽകിയിരുന്ന കടവന്ത്രയിലെ ലോഡ്ജിൽ ക്ലീനിംഗ് ജോലിക്കെത്തിയത് മുതലാണ് ഇരുവരും സൗഹൃദത്തിലാകുന്നത്. സുഭദ്രയ്ക്കൊപ്പം ഷർമിള താമസിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. ലോഡ്ജ് നടത്തിപ്പുകാരുമായി സുഭദ്ര പിണങ്ങിയ ശേഷം അയൽവാസി മുഖേന ഷർമിളക്ക് കടവന്ത്രയിലെ കടയിൽ ജോലി സംഘടിപ്പിച്ചു നൽകി. കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകൾ വശമുള്ള ഷർമിളക്കൊപ്പം സുഭദ്ര ഉടുപ്പി ക്ഷേത്ര ദർശനം നടത്തിയതായും വിവരമുണ്ട്. ഷർമിള ട്രാൻസ്ജെൻഡർ ആണോ എന്ന സംശയം സുഭദ്രക്കുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചതിന്റെ പേരിൽ ഷർമിളയുമായി വഴക്കിട്ടേണ്ടി വന്നിട്ടുണ്ടെന്നും സുഭദ്ര പറഞ്ഞതായി അയൽവാസി ഷീബ പറഞ്ഞു. 3 വർഷം മുമ്പായിരുന്നു നിതിനുമായി ഷർമിളയുടെ പ്രണയവിവാഹം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിനുശേഷം ഇവരെ സുഭദ്രക്കൊപ്പം കണ്ടിട്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ വീട്ടുവളപ്പിൽ ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കോർത്തുശ്ശേരിക്കാർ കേട്ടത്. ആർക്കും ഇത് വിശ്വസിക്കാനായില്ല. കടവന്ത്ര സ്വദേശിനിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആഴ്ചകളായി പ്രദേശത്ത് പോലീസ് എത്തിയിരുന്നു. ഇതിനിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളെ കാണാനില്ലെന്ന വിവരവും പ്രചരിച്ചതോടെ നാടാകെ മുൾമുനയിലായി. ഇന്നലെ ഉച്ചയോടെയാണ് മണ്ണഞ്ചേരി 23-ാം വാർഡിൽ വിൽസൺ വാടകയ്ക്ക് നൽകിയിരുന്ന പഴമ്പാശ്ശേരി വീടിന് പിൻവശത്ത് കുളിമുറിയോട് ചേർന്ന ഭാഗത്ത് ആഴ്ചക്ക് പഴക്കമുള്ള മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അരുംകൊല നടത്തിയതും മൃതദേഹം കുഴിച്ചുമൂടിയതുമാണ് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നത്. ഓഗസ്റ്റ് 6-നാണ് നിതിനും ഷർമിളയും ബന്ധുവായ റെയ്നോൾഡും സുഭദ്രയ്ക്കൊപ്പം വീട്ടിലേക്ക് നടന്നുവരുന്നത് അയൽവാസികളായ വില്യമും ഭാര്യ മോളിയും കണ്ടത്. പിറ്റേ ദിവസം ആന്റിയെ തിരികെ കൊണ്ടുവിടാൻ പോകുകയാണെന്നാണ് സംഭാഷണത്തിനിടെ ഷർമിള പറഞ്ഞത്. രാത്രി തിരികെ എത്തും വഴി റോഡിൽ വെച്ച് കണ്ടപ്പോഴും കടവന്ത്രയിൽ പോയിട്ട് വരികയാണെന്നും ഇരുവരും പറഞ്ഞിരുന്നു. അന്ന് കലവൂർ ഭാഗത്ത് ഒരു വാഹനാപകടം കണ്ടെന്നും അത് കണ്ടപ്പോൾ തനിക്ക് തലകറക്കം അനുഭവപ്പെട്ടെന്നും ഷർമിള വില്യമിനോട് പറഞ്ഞിരുന്നു. സുഭദ്രയെ ജൂലൈ മാസത്തിലും ഷർമിളയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടെന്ന് സമീപത്തെ അങ്കണവാടിയിലെ വർക്കർ PM മറിയാമു പറഞ്ഞു. ഒരു മതിൽ വ്യത്യാസത്തിലുള്ള അങ്കണവാടിയോട് ചേർന്ന ഭാഗത്തെ വാഴയിൽ ഇല വെട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറിയാമ്മ സുഭദ്രയെ കണ്ടത്. ടാൻ മാത്യൂസിന്റെയും ഷർമിളയുടെയും ആന്റിയാണെന്നും ചോറ് പൊതിയാൻ ഇല വെട്ടാൻ വന്നതാണെന്നും സുഭദ്ര പറഞ്ഞു.